ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കാണുന്നത്. താറാക്കുഞ്ഞുങ്ങളൊക്കെ നല്ല രസമുണ്ട്. കുഞ്ഞു ചിറകൊക്കെ വീശി ഇങ്ങനെ പറക്കാനുള്ള ശ്രമമൊക്കെ അവർ നടത്തുന്നുണ്ട്. ഗ്രീൻ ട്യൂബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോഴിമുട്ട വിരിയിച്ചെടുത്ത് കുഞ്ഞുങ്ങളാക്കി നൽകുന്നത് ശരിക്കും വളരെ നല്ല ഒരു സ്വയം തൊഴിൽ സംരംഭമാണ്. വലിയ അധ്വാനമില്ലാതെ വനിതകൾക്കും പ്രായമായവർക്കും ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഹാച്ചറി അല്ലെങ്കിൽ മുട്ട വിരിയിക്കൽ കേന്ദ്രം. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ അടാട്ട് പഞ്ചായത്തിൽ ചിറ്റിലപ്പള്ളി എന്ന സ്ഥലത്തുള്ള ചിറ്റിലപ്പള്ളി ഹാച്ചറിയിലേക്കാണ്. ഒരു വേലായുധൻ ചേട്ടനാണ് അത് നടത്തുന്നത്. അടാട്ട് സെൻറ്ററിൽ നിന്നും ചിറ്റിലപ്പള്ളി സെൻറ്ററിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഹാച്ചറി ഉള്ളത്. ഈ ഹാച്ചറിയുടെ പ്രവർത്തനങ്ങളും എങ്ങനെ നമുക്കൊരു ഹാച്ചറി ആരംഭിക്കാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മുട്ട വിരിയിക്കൽ കേന്ദ്രം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. വേലായുധേട്ട, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത്? ഈ ഒരു ഇൻക്യുബേഷൻ ഫീൽഡിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തൊഴിലധികം കാലം നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പം അങ്ങനെ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കായികമായ അധ്വാനം ഇല്ലാത്തതും നമുക്ക് ഒരു പ്രായം എത്ര കൂടിയാലും നമുക്കത് കൊണ്ടു നടക്കാൻ കഴിയാവുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മളതിങ്ങനെ ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത്. അതായത് ഹാച്ചറി നടത്താം, അതാണ് നന്നാവുക എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക്. 6000 കോഴിമുട്ടകൾ വിരിയിക്കാൻ ശേഷിയുള്ള ഇൻക്യുബേറ്ററാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എങ്ങനെയാണ് ഈ ഇൻക്യുബേറ്ററിനെ കുറിച്ച് അറിയുന്നത്? എവിടെ നിന്നാണ് ഇത് വാങ്ങിയത്? ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണുത്തി നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടറായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാനത് എങ്ങനെയാണ് നമ്മൾ മുട്ട വിരിയിക്കേണ്ട മെഷീൻ എങ്ങനെ എവിടെ നിന്നാണ് മേടിക്കേണ്ടത്, അതിൻ്റെ സെലക്ഷൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ തിരുവനന്തപുരത്ത് ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഉണ്ടായത്. ഇത് ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്ന ഒരു ലാഭത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? പ്രതീക്ഷിച്ച അങ്ങനെ ഒരു ലാഭത്തിലേക്ക് എത്തിപ്പെട്ടില്ല. കാരണം ആളുകളിലേക്ക് അതങ്ങനെ എത്തണമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാർട്ടി കൊണ്ടുവന്നു, അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞങ്ങനെ അറിച്ചുള്ളൂ. നമ്മളിപ്പോൾ കാര്യമായിട്ടുള്ളൊരു പരസ്യമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കൊണ്ടുവരുന്ന എല്ലാ മുട്ടകളും വിരിയുന്ന ഒരു സാഹചര്യമുണ്ടോ? വിരിയിക്കാൻ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ കോഴിമുട്ടകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപൂർവമായിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ കുടന്ന മുട്ടയൊക്കെ അങ്ങനെ വിരിയാം. പക്ഷെ മുട്ട വിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുട്ട പഴക്കമില്ലാത്തതായിരിക്കുക. പഴക്കമില്ലാത്തത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വർഷക്കാലത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു മെയ് മാസം അല്ലെങ്കിൽ ജൂൺ തൊട്ട് ഇപ്പോൾ നമുക്കൊരു ജനുവരി വരെയൊക്കെ നമുക്ക് ഒരാഴ്ച വരെ പുറത്ത് മുട്ട നമുക്ക് സൂക്ഷിക്കാം. കാരണം തണവ് അന്തരീക്ഷമാണല്ലോ. പക്ഷേ നമ്മൾ ചൂടുകാലം ആവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫെബ്രുവരി തൊട്ട് നമുക്കൊരു മെയ് മാസം വരെയുള്ള അങ്ങനെയുള്ളൊരു സമയങ്ങളിൽ നമ്മൾ 2 ദിവസത്തിനും കൂടുതൽ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കലങ്ങുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് വിരിച്ചിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം നല്ലത്. ഫ്രിഡ്ജിൽ താഴത്തെ ഇതിൽ വെക്കണം നല്ലത്. താഴത്തെ ഇതിൽ വെക്കുക എന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഐസാവുന്ന ഒരു തണവല്ലാത്ത ഇതിൽ അങ്ങനെ ഒരു തണവിൽ വയ്ക്കുമ്പോൾ മുട്ടയുടെ അതിലത്തെ ജീവാദികളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു തണുപ്പല്ലാത്ത ഒരു നോർമൽ തണുപ്പിൽ ഇതിൽ വയ്ക്കുക. നമുക്കൊരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് മാക്സിമം വയ്ക്കുക. നമുക്ക് 2 ആഴ്ച വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് മുട്ട വിരിയിക്കാൻ കൊണ്ടുവരുന്നതിൻ്റെ ഒരു 24 മണിക്കൂർ മുന്നേ മുട്ട പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതങ്ങനെ കുഴപ്പമില്ലാതെ നമുക്ക് റിസൾട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. കൊണ്ടുവരുന്ന ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം നമ്മളോട് പറയാറുണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്യണതിൽ പ്രധാനമായിട്ടും മുട്ട ചേവലുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ചേവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുട്ടകൾക്കും ചേവലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുള്ളൂ. മുട്ട നന്നാവുകയും മിഷ്യാനും കുഴപ്പമില്ലാത്തതാകുമ്പോൾ നമുക്ക് വിചാരിച്ച രീതിയിലൊരു 80% അതിന് മുകളിലും നമുക്ക് കിട്ടാം. മുട്ട നമുക്ക് ചേവലില്ലാത്ത മുട്ടയാകും പഴക്കമുള്ള മുട്ടയാകുമ്പോൾ നമുക്ക് റിസൾട്ട് നമുക്ക് പിന്നോട്ട് വരും. അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുട്ട റിസൾട്ട് കിട്ടും നമുക്ക് ഈ പറഞ്ഞ മാതിരി.
ഞാനിവിടെ 10 മുട്ട കൊണ്ടുവന്നാണ് ഫസ്റ്റിൽ. അത് കഴിഞ്ഞ് ആ മുട്ട അതിൽ 9 എണ്ണം വിരിഞ്ഞു. സെക്കൻഡ് പ്രാവശ്യം 40 എണ്ണം കൊണ്ടുവന്നു, അതിൽ 38 എണ്ണം വിരിഞ്ഞു. ഇപ്പോൾ 50 മുട്ട വെച്ചു, 45 എണ്ണം വിരിഞ്ഞു. ഇത് ഞാനിവിടെ റെഗുലറായിട്ട് വരുന്ന ആളാണ്. ആ കാരണത്താൽ വഴി ദൂരെ ആയിരുന്നു ഞാനിത് കൊത്തിച്ചേരുന്നത്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരിക്കുക കാരണം എനിക്ക് ഇതാണ് സൗകര്യം. എന്താ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ വിൽക്കുവാണോ അതോ വളർത്തി എന്താ മുട്ടയ്ക്ക് വേണ്ടിയിട്ട്? അല്ല, മുട്ടയ്ക്ക് വേണ്ടി ലാസ്റ്റ് ആർക്ക് ആവശ്യക്കാരാകുമ്പോൾ ഒരുവിധം പ്രായമാകുമ്പോൾ ഞാൻ അവരെ കൊടുക്കും. പെടനെ 300 രൂപയ്ക്കും ചാത്തൻകോഴിന് 500 രൂപയായിട്ടും കൊടുക്കുക. ആ കാരണം ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടാകുന്നത് വിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഇപ്പോൾ 50 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയാണ് ഞാൻ വിരിയിപ്പിച്ചിട്ട്. കോഴിമുട്ട മാത്രമാണോ ഇവിടെ പ്രധാനമായിട്ടും വിരിയിക്കുന്നത്? ഇല്ല, അങ്ങനെയില്ല. പ്രധാനമായിട്ട് ഇവിടെ എല്ലാ മുട്ടകളും എടുക്കുന്നുണ്ട്. നമ്മൾ താറാവ് എടുക്കുന്നുണ്ട്, ഇപ്പം കോഴിമുട്ട എടുക്കുന്നുണ്ട്, പിന്നെ കാടാമുട്ട. ഇത് 3 പ്രധാനമായിട്ട് വരുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഇപ്പോൾ കോഴിമുട്ടയാണ് നമുക്ക് വരുന്നത്. കൂടുതൽ വരുന്നത് കോഴിമുട്ടയാണ് അല്ലേ? കോഴിമുട്ടയാണ് വരുന്നത്. അതിന് തന്നെയാണ് കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടാറ്. ഓരോ മുട്ടകൾക്കും എത്ര ദിവസം വരെയാണ്? അപ്പം കോഴിമുട്ടയ്ക്കും താറാമുട്ടയ്ക്കും ഒക്കെ ഇതിൻ്റെ ദിവസങ്ങളും ചൂടിൻ്റെ ക്രമീകരണങ്ങളും ഒക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഓരോന്നിനും വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പം നമുക്ക് ഇതെല്ലാം ഒന്നിൽ വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഏവറേജ് ഇതിലാണ് നമുക്ക് വെക്കാൻ കഴിയുള്ളൂ. അതായത് ഇപ്പം നമ്മൾ കോഴിമുട്ടയുടെ ചൂടാണ് 37.7 ടെമ്പറേച്ചറിൽ നമ്മൾ വെക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ നമുക്ക് കാടയ്ക്ക് കുറവാണ്, താറാവിന് കുറച്ചും കൂടി ചൂട് കൂടുതലാണ്. പക്ഷേ നമുക്ക് അതിലല്ലേ വെക്കാനുള്ളൂ, ഓരോന്നിനും ഓരോ ഇത് വെക്കാൻ പറ്റില്ല. പിന്നെ ദിവസങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാടയ്ക്ക് 18 ദിവസം, കോഴിമുട്ടയ്ക്ക് 21 ദിവസം, താറാവിന് 28 ദിവസം. അങ്ങനെയാണ് അതിൻ്റെ ദിവസക്രമങ്ങൾ. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ചാർജസ് ഏത് രീതിയിലാണ് വരുന്നത്? അതുപോലെ തന്നെ മിനിമം ഇത്ര മുട്ടയെങ്കിലും നിശ്ചിത മുട്ടയെങ്കിലും വേണം എന്ന് നിർബന്ധം പറയാറുണ്ടോ? അങ്ങനെ നമുക്ക് ഇല്ല. മുട്ട എമൗണ്ട് ഇതാണ്. ഇപ്പോൾ നമുക്ക് കാടാമുട്ട 18 ദിവസം ഉള്ളതുകൊണ്ട് നമ്മൾ 2.5 രൂപയാണ് കാടാമുട്ടയ്ക്ക് നമ്മൾ മേടിക്കുന്നത്. കോഴിമുട്ടയ്ക്ക് 8 രൂപയാണ് മേടിക്കുന്നത് ഒരു മുട്ടയ്ക്ക്. താറാമുട്ടയ്ക്ക് 10 രൂപയാണ് മേടിക്കുന്നത്. പിന്നെ നമ്മൾ മിനിമം മുട്ട എന്നുള്ള രീതിയിൽ കാടാമുട്ടയാകുമ്പോൾ നമ്മളൊരു 100 മുട്ടയെങ്കിലും നമ്മൾ കൊണ്ടുവരാനാണ് പറയാറ്. പിന്നെ കോഴിമുട്ടയാണെങ്കിൽ 20, താറാമുട്ടയാണെങ്കിലും 20 എണ്ണം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. കാരണം കപ്പാസിറ്റി കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് കുറവ് എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ട്. ഇവിടെ സാധാരണ എന്നോട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ തുടങ്ങിയത്? ഞാൻ ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ട്. ആദ്യം അത് ഒരു ഇതായിരുന്നില്ല, ഇപ്പോൾ വിജയകരമാണ്. ആദ്യം 10 മുട്ട കൊടുന്നു, 8 മുട്ട വിരിഞ്ഞു. ഇപ്പോൾ അത് 35 മുട്ട കൊടുത്തിട്ടുണ്ട് വിരിയിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്? കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ എന്താ ചെയ്യുന്നത്? നമ്മൾ വളർത്തുവാണോ അതോ കുഞ്ഞുങ്ങളായിട്ട് വിൽക്കുവാണോ? അല്ല, അതൊരു 3 മാസം പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക തന്നെ. 3 മാസം വരെ നമ്മൾ അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കുക എന്നുള്ളത് അല്ലേ? അത് എത്ര നാളെ അങ്ങനെ ഗൗരവമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? കോവിഡിൻ്റെ സമയത്താണോ? കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയതാണ്, വിജയകരമാണത് പരിപാടി. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾ സെയിലുണ്ട്. നമ്മൾ വീണ്ടും മുട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ട കുറേ കൂടുതൽ എണ്ണം കൂട്ടി കൊണ്ടുവരാനാണ്? കൂട്ടി കൊണ്ടുവരാൻ കാരണം ഓർഡർ ഉണ്ട്, ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ. നാടൻ കോഴികളാണോ ചെയ്യുന്നത്? നാടൻ കോഴി, തനി നാടൻ കോഴികൾ. ഇപ്പം വീട്ടിൽ മുട്ട കിട്ടാൻ എങ്ങനെയാണ്? നമ്മൾ പാരന്റ് സ്റ്റോക്ക് പോലെ അങ്ങനെ ഉണ്ട്. നമ്മൾ ചാത്തനും പെടേനെ ഇട്ടുണ്ട്. നമ്മൾ ആ മുട്ട തന്നെ നമ്മൾ കൊണ്ടുവരുന്നത്.
ഈ രീതിയിലൊരു സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം വനിതകൾക്കും അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്കുമൊക്കെ വലിയ അധ്വാനമില്ലാതെ നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലൈസൻസുകൾ എടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ രജിസ്ട്രേഷനുകളാണ് നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ചെയ്യേണ്ടത്? അതിനെവേണ്ടി ചോദിച്ചപ്പോൾ ആർക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കും വളരെ ലളിതമായി കൊണ്ടുപോകാൻ പറ്റാവുന്നതാണ്. കായികമായ ഒരു അധ്വാനം ഇല്ലാത്തതാണ്. അതുകൊണ്ട് ലേഡീസിനും അതിൽ കൊണ്ടുപോകാൻ കഴിയുകയൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ഉദ്യം എന്നുണ്ട ചെറുകിട വ്യവസായത്തിൽ പോയിട്ട് ഉദ്യം എന്നുണ്ട രജിസ്ട്രേഷനാണ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പഞ്ചായത്തിൽ പോയിട്ടാണ് അതങ്ങനെ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇത് മേടിക്കുന്ന ആളുകൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് നമ്മൾ ഇവിടെ നമ്മുടെ ബാങ്ക് വഴിയൊക്കെ മുദ്ര ഇതുകളൊക്കെ ലോണുകളൊക്കെ കിട്ടുന്നുണ്ട്. അതിന് കുറച്ചൊക്കെ നടക്കണം, അതിൻ്റെ രേഖകൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം എന്നുള്ളൊരു വിഷയം മാത്രം. വീട്ടുകാരുടെ ഒരു പിന്തുണ, ഒരു സപ്പോർട്ട് ഈ ഒരു വർക്കിൽ വേലായുധേട്ടന് എത്രത്തോളം ഉണ്ട്? സപ്പോർട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മക്കൾ രണ്ടുപേരും പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതുണ്ട്. ഭാര്യ പിന്നെ ചെറിയ രീതിയിലൊക്കെ സഹായിക്കും. പിന്നെ അതിൽ പ്രധാനമായിട്ട് ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെയുള്ള മകളാണ് നമ്മളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഇത് വളരെ സൂക്ഷ്മതയോടെ, അതായത് ഓരോരുത്തരും കൂടുന്നു പറഞ്ഞ മുട്ട തെറ്റാതെ കൊടുന്ന് തന്നെ വിരിഞ്ഞ് ബാക്കിയുള്ള മുട്ട കൊടുക്കുകയും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് താഴെയുള്ള മകളാണ് അതിനെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ മുട്ട കൊണ്ടുവരുന്നവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? കുഴപ്പമില്ല. അതായത് ചിലവർക്ക് മുട്ട കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റിസൾട്ട് കിട്ടാണ്ടാകുമ്പോൾ ചിലവർ, അതായത് ഞാൻ ഈ പറഞ്ഞ മാതിരി മുട്ടയുടെ ഗുണനിലവാരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇത്ര കിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കും. എന്നാലും മഹാഭൂരിപക്ഷം ആളുകൾക്കും അവർ കൊണ്ടുവന്ന മുട്ടയ്ക്ക് അനുസരിച്ചുള്ള ഒരു റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ആരും നമുക്ക് അതേമാതിരി ഇങ്ങനെ ഒരു തർക്കത്തിൻ്റെയോ അങ്ങനെയൊന്നും വരേണ്ട ഒരു സാഹചര്യം ഒന്നും ആരായിട്ടും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ സാധാരണ വരാറുള്ളതാണോ? അതെ, സ്ഥിരമായിട്ട് വരാറുണ്ട്. എത്ര നാളായി ഇവിടെ സാധാരണ കോഴിമുട്ട കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്? ഒരു കൊല്ലത്തിൻ്റെ അടുത്തുള്ള. അതെ. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു, നമുക്ക് വെക്കുന്ന അത്രയും മുട്ടകളൊക്കെ വിരിയാറുണ്ട്? എങ്ങനെയാണ് ഒരു നിലവാരം, എത്ര എണ്ണം അങ്ങനെ? ഒരു 85% വിരിഞ്ഞു കിട്ടാറുണ്ട്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഇത് കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് വിൽക്കുവാണോ, അതോ നമ്മൾ കോഴിമുട്ടയ്ക്ക് വേണ്ടി നമ്മൾ വളർത്തുക തന്നെയാണോ? എന്താ ചെയ്യുന്നത്? കോഴിമുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നത്. വീട്ടിൽ കോഴികളെ വളർത്തുന്നുണ്ട്. ശരാശരി ഏകദേശം എത്ര കോഴിമുട്ടകളാണ് കൊണ്ടുവരാറുള്ളത്? നമ്മളിപ്പോൾ ഒരു 100 മുട്ടയൊക്കെ കൊണ്ടുവരാറുണ്ട്. അതായത് നമുക്കൊരു 10-55 എണ്ണമൊക്കെ ചിലപ്പോൾ വിരിഞ്ഞ് കിട്ടാറുണ്ട്. 90 എണ്ണമൊക്കെ വെച്ച് വിരിഞ്ഞ് കിട്ടാറില്ല. ഓക്കെ. പേരെന്താ ചേട്ടൻ? എൻ്റെ പേര് മണികണ്ഠൻ. വേലായുധൻ ചേട്ടൻ ഇപ്പോൾ ഇത് ആരംഭിച്ചതിന് ശേഷം പല പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഇതൊരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിലൊരു ഉപയോഗ വസ്തുവാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു വീട് പണിത് കഴിഞ്ഞാൽ 60 വർഷമാണ് നമുക്ക്. പക്ഷേ ഇത് നമുക്കൊരു കോഴിയാവുമ്പോൾ നമുക്കൊരു 6 മാസമാണ് അതിൻ്റെ ഒരു സമയം. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഇറച്ചി, അതിൻ്റെ മുട്ട, ഇത്തരം കാര്യങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് നമുക്കങ്ങനെ പ്രതിസന്ധിയൊന്നുമില്ല. പക്ഷേ നമ്മൾ തുടങ്ങി സ്റ്റാർട്ടിങ്ങിലാവുമ്പോൾ നമുക്കത് ഒരു റിസൾട്ട് വന്ന് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൻ്റെ ചില ഇതുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് ആളുകൾ കുറച്ച് കൂടുതൽ വന്നിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ ഒരു തൊഴിൽ പ്രതിസന്ധി നേരിട്ടപ്പോൾ അങ്ങനെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് ഇതില്ല. എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. സാധാരണ ആഴ്ചയിലെ എല്ലാ ദിവസവും ഇവിടെ കോഴിമുട്ട നമ്മൾ വന്നാൽ അത് എടുക്കുമോ, അതോ ഇന്ന ദിവസങ്ങൾ എടുക്കുമോ, അങ്ങനെ പ്രത്യേകതയുണ്ടോ? പ്രത്യേകതയുണ്ട്. അതായത് ആഴ്ചയിൽ 2 ദിവസമാണ് എടുക്കുന്നത്, തിങ്കളും വ്യാഴവും.
പിന്നെ സമയം ഇപ്പോൾ കാലത്ത് നമ്മളെപ്പോൾ കൊടുന്നാലും കുഴപ്പമില്ല, കാലത്ത് കൊടുന്ന് നമ്മളൊരു 4 മണി വരെ മുട്ട ശേഖരിക്കുന്നുണ്ട്. മിനിമം നമുക്കൊരു 20 മുട്ടയെങ്കിലും മുട്ടകളാകുമ്പോൾ വേണം. കാടാമുട്ടയാകുമ്പോൾ ഒരു 100 മുട്ടയെങ്കിലും വേണം, മിനിമം വേണം. പുറമേ നിന്ന് കോഴിമുട്ടകൾ വിരിയിക്കാനായിട്ട് കൊണ്ടുവരുന്നു, അത് വിരിയിച്ച് കുഞ്ഞുങ്ങളെ തിരിച്ചു നൽകുന്നു. ഇത് കൂടാതെ ഇപ്പം കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് ഇവിടെ വന്നാൽ അത്തരക്കാർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുമോ? ഇപ്പം ഇവിടെ തന്നെ കോഴിമുട്ടകൾ ഉൽപ്പാദിപ്പിച്ച് വിരിയിച്ച് കൊടുക്കുന്ന ഒരു രീതിയുണ്ടോ? കുട്ടികളെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ തന്നെ ഇവിടുത്തെ നാടൻ കോഴിയുടെ കുട്ടികളെയാണ് ഞാൻ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നത്. പുറമൊന്നും അങ്ങനെ മേടിക്കുന്നില്ല. നമ്മുടെ വീട്ടിലത്തെ കോഴികൾ തന്നെ മുട്ടയിട്ട് അങ്ങനെ ആണ് കൊടുക്കുന്നത്. നാടൻ കോഴി മാത്രമാണ്. അതിൽ പുള്ളിക്കോഴി അടക്കമുള്ള കോഴികളെ മുട്ടകൾ വിരിയിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. ഈ നാടൻ കോഴി കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എങ്ങനെയാണ് അതിൻ്റെ വില വരുന്നത്? എങ്ങനെയാണ് വില വിരിഞ്ഞ ദിവസമാണെങ്കിൽ 45 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വിരിഞ്ഞ ദിവസം നാടൻ കുട്ടികളെ, കലർപ്പില്ലാത്ത നാടൻ കുട്ടികളെ വിരിഞ്ഞ ദിവസം 45 രൂപ കൊടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ 1 മാസമായ കുട്ടികളാണെങ്കിൽ 100 രൂപ അതിൻ്റെ മരുന്നുകൾ കാര്യങ്ങളെല്ലാം കൊടുക്കും, ഇഞ്ചക്ഷനെല്ലാം കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5-2 മാസം ആവണതാണെങ്കിൽ 180 അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ കൂടുതൽ കുട്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ റേറ്റിലൊക്കെ മാറ്റം വരുത്തി കൊടുക്കും. ഈ കുഞ്ഞുങ്ങളെ വിരിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് വിരിയിച്ച അന്ന് തന്നെ നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ടോ? മരുന്ന് കൊടുത്തിട്ടാണോ ഇവിടുന്ന് നമ്മൾ കുട്ടികളെ കൊടുത്തയക്കുന്നത്? അല്ല, വിരിഞ്ഞ ദിവസം ഒരിക്കലും നമ്മൾ കൊടുക്കാറില്ല. ആദ്യത്തെ ഡോസ് മരുന്ന് ഒരിക്കലും വിരുന്ന വയസ്സ് കൊടുക്കാറില്ല. പിന്നെ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ വലിയ ഇപ്പോൾ മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിലെ ഹാച്ചറികളിലെ പോലെ നമ്മൾ 1000കണക്കിന് കുട്ടികളൊക്കെ ഇറങ്ങുമല്ലോ. 10,000കണക്കിന് കുട്ടികളൊക്കെ അതിന് ഒരു വാക്സിൻ കൊടുക്കും വിരിഞ്ഞ ദിവസം തന്നെ. അത് നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യാറില്ല. മറ്റത് നമ്മൾ ലസോട്ട IVD എന്ന് പറഞ്ഞ വാക്സിനാണ് കൊടുക്കാറ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞ് നമ്മളൊരു 5 ദിവസം തൊട്ട് 7 ദിവസത്തിനുള്ളിലാണ് കൊടുക്കാറ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 14 ദിവസം ആകുമ്പോഴാണ്. അത് തൊട്ട് 10 ദിവസം മുതൽ 14 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അങ്ങനെയാണ്. വിരിഞ്ഞ ദിവസം അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല. അത് വെച്ച് കഴിഞ്ഞാൽ അതിനെന്താ പറയുക, വിരിഞ്ഞ ദിവസം കൊടുക്കുമ്പോൾ ദോഷങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച ഗുണഫലങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമുക്ക് 5 ദിവസം തൊട്ട് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഗുണപരമോ തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയ ദഹന പ്രക്രിയ ഒക്കെ ഒന്ന് ശരിയായിട്ട് വേണമല്ലേ മരുന്ന് കൊടുക്കാൻ? ശരിയായി ഒരു എനർജി ഇതിലെത്തുമ്പോൾ മാത്രം കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. വേലായുധൻ ചേട്ടൻ നടത്തുന്ന ചിറ്റിലപ്പള്ളി ഹാച്ചറിയുടെ പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. ഒപ്പം എങ്ങനെ ഒരു ഹാച്ചറി തുടങ്ങാം, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങൾക്കും ഈ വീഡിയോയിലൂടെ ഉത്തരം നൽകാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. എന്തായാലും ചിറ്റിലപ്പള്ളി, അടാട്ട്, തോളൂര് തുടങ്ങിയ സമീപ പഞ്ചായത്തുകളിലുള്ള വ്യക്തികൾക്കെല്ലാം കോഴി, താറാവ്, കാട തുടങ്ങിയ പക്ഷികളുടെ മുട്ടകളൊക്കെ വിരിയിക്കാനായിട്ട് വേലായുധൻ ചേട്ടൻ്റെ ചിറ്റിലപ്പള്ളി ഹാച്ചറിയെ സമീപിക്കാവുന്നതാണ്. ഒപ്പം ഇതുപോലുള്ള സംരംഭങ്ങൾ നമുക്കും വീടുകളിൽ ആരംഭിക്കാനായിട്ട് സാധിക്കും. ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിലാണ് ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക മാന്ദ്യത്തെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വലിയ വിലക്കയറ്റത്തെയൊക്കെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വീട്ടിലുള്ള പ്രായമായവർക്കും സ്ത്രീകൾക്കും നടത്താൻ സാധിക്കുന്ന ഇത്തരം സംരംഭങ്ങളെ ഇനിയും ഗ്രീൻ ട്യൂബിലൂടെ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക. ഗ്രീൻ ട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റൊരു പുതിയ വരുമാന സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്ന വ്യക്തികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.